പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതാണ് എത്ര കൊല്ലത്തെ പരിചയം നമ്മള് വേറെ രക്ഷയില്ല. നല്ലൊരു കഫീലിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പണി വേറല്ല. പണി പോയാലും ഒരു കുഴപ്പമില്ല, സാലറി ഇല്ലാത്തതിൽ കുഴപ്പമില്ല. ഈ കാകൊരു ചിലപ്പോ 180, 170. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഖത്തറിലെത്തിയിട്ട് ഇപ്പോ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ച ഒന്നും ഇപ്പൊ ഫ്രീ ഉള്ളത് കൊണ്ട് തന്നെ നേരെ നമ്മൾ ഷാജിപ്പാപ്പനെ വിളിച്ചിട്ട് പോണത് നമ്മളെ പഴയ തറവാട്ടിലേക്ക്. നമ്മൾ മുന്നേ ഇവിടെ ഖത്തറിൽ ഉണ്ടാകുമ്പോ അല്ലെ ജോലി ചെയ്ത സ്ഥലമാണ് കറത്തിയാത്ത്. അപ്പൊ അവിടെ കുറെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾക്ക്. കൊറേ പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരെ കാണാൻ വേണ്ടിയാ നമ്മളെ പഴയ അറബിനെ കാണണം, സലാം പറയണം. അതിന് വേണ്ടിട്ട് പോണ പോക്കാണ്. അതിനുള്ള പോക്കാണ് ഇന്നത്തെ. അങ്ങനെ നമ്മളിപ്പോ അബുഹമ്മൂർന്ന് ഇതിപ്പോ ഏതാ റീജൻസി സിഗ്നലൊക്കെ കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ അബുഹമ്മൂർ പെട്രോൾ സ്റ്റേഷൻ പാലത്തിന്റെ താഴെത്താനായി. അവിടെ നമ്മളെ കൂട്ടുകാരുണ്ട്, നവാസ്, നാട്ടിലുള്ളവനാണ്. വിളിച്ചിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര ആൾക്കാരെ കണ്ട്? വിളിച്ചു നോക്ക്. ഞാൻ പരമാവധി നമ്മുടെ പഴയ ആളുകളൊക്കെ കണ്ട്. പിന്നെ പോയി വന്നതിന് ശേഷം പിന്നെ ഖാലിദക്ക ഉണ്ട്. ഖാലിദക്ക തിരിച്ചെത്തിയിട്ട് എത്ര മാസം ലീവ് എടുത്തു മൂപ്പര്? എനിക്ക് 4 മാസം ലീവ് ഉണ്ടാവും. 2 മാസൊക്കെയാണ്. പിന്നെ കേരളാജിട്ട് നിന്നതാണ് ഖാലിദക്ക, പക്ഷെ തിരിച്ചു കയറി. പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നമ്മള് ഒരു 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലൊക്കെ പ്രവാസി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട് ശരിയാകൂല. നാട് ശരിയാകുന്ന ആൾക്കാരുണ്ട്, പക്ഷെ നമ്മളെ ഇത് അനുസരിച്ചിട്ട് സാഹചര്യം ഇതാവില്ല. പിന്നെ ആ കാണുന്ന നമ്മളെ അബുഹമ്മൂർ പെട്രോൾ സ്റ്റേഷൻ കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അതിന്റെ ഉള്ളില് നമ്മളെ ഗ്രാൻഡ് ഹൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോ? ഗ്രാൻഡ് ഹൈപ്പർ പെട്രോൾ സ്റ്റേഷൻ, പപ്പ ജോൺ, ഹാർദിക്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതാണ് സിഗ്നൽ, നമ്മളെ പാലത്തിന്റെ സിഗ്നൽ. പിന്നെ നമ്മള് ഹൗസ് ഡ്രൈവർമാരാണ്. ഇപ്പൊ സാജിപ്പാപ്പ മറ്റേ ഫ്രീ വിസയിലാണ്, പക്ഷെ ജോലി എടുക്കുന്നത് വീട്ടിൽ തന്നെ. ഞങ്ങളൊക്കെ എത്ര കൊല്ലത്തെ പരിചയം നമ്മള്? വേറെ രക്ഷയില്ല. എന്താ വെച്ചാൽ ഇതിനു മുന്നേ എവിടെ പണിയെടുത്തിക്കണ്? അങ്ങനല്ല സാജിപ്പാപ്പ. ഇപ്പൊ നമ്മള് ആദ്യം 15 മുതൽ, നിങ്ങൾ അതിന്റെ മുന്നേ ഉണ്ട്, നമ്മളിപ്പോ 15 മുതലുള്ള ഒരു ബന്ധാണല്ലോ. അതെ, 2015 മുതൽ 10 വർഷത്തെ ബന്ധമുണ്ട്. പക്ഷെ ഞാനൊരു 2020 ഞാൻ പോയത്, 2022 വേൾഡ് കപ്പിന്റെ മുന്നെയാണ് ഞാൻ നേരെ നാട്ടിലേക്ക് പോണത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇതാ കുവൈത്തിക്ക് കയറാൻ, കുവൈത്തല്ല, പിന്നെ ഞാൻ കുവൈത്തിൽ പോയി ഒരു 2.5 കൊല്ലം കുവൈത്തിൽ പോയി, 1 കൊല്ലം നാട്ടിൽ നിന്ന്, 3.5 കൊല്ലത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ കണ്ട് നാസർ ഖാന്റെ വീടിരിക്കലിന്റെ അന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കയറുന്നത് ഇങ്ങോട്ടാണ്, ഖത്തറിൽ വെച്ചിട്ട് കണ്ട്. ഇതിപ്പോ 2ാമത്തെ വട്ടല്ലേ നമ്മള് കണ്ട് ഖത്തറിന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ട്, ഈ വെള്ളിയാഴ്ച കണ്ട്. ഞാൻ വന്നിട്ട് മൊത്തം 3 വെള്ളിയാഴ്ച ആയി. ഒരു വെള്ളിയാഴ്ച നമ്മളെ സ്വത്തുവിന്റെ കൂടെ പോയി. ഇതിപ്പോ കാലിദിക്കുംപാടെ വന്നത് കൊണ്ടും പിന്നെ നമ്മൾ പഴയ അറബിനെ കാണണല്ലോ, അതുകൊണ്ടും ഇങ്ങോട്ടാക്കാന്നുള്ളത് കരുതിയതാ ഇപ്രാവശ്യത്തെ യാത്ര. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മുതൽ നിങ്ങൾ പണിയെടുത്തത് വീട്ടിലായിരുന്നു. മുന്നേ ഇതല്ലായിരുന്നു കേട്ടോ. സൗദിയിലുള്ള സമയത്ത് ഐസിയുടെ കമ്പനിയിലായിരുന്നു. അതിനുശേഷം ഒമാനിലുണ്ടായിരുന്നു. ഒമാനിൽ സ്വന്തമായിട്ടുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഖത്തറിലേക്ക് എത്തി. അവസാനം ഖത്തറിൽ നമ്മള് ഹൗസ് ഡ്രൈവർ പറയണത് ചില്ലറ പണിയല്ല മീൻസ് ഒരു നല്ലൊരു കഫീലിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പണി വേറല്ല. ഒരു സാലറിയും നല്ലൊരു കഫീലും, ഇത് രണ്ടും മതി, വേറെ ഒന്നും വേണ്ട. ഈ 2 സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സുഖമുള്ള പണി വേറല്ല. ആഴ്ചയിൽ 2 ലീവ് കൂടി ഉണ്ടെങ്കിൽ ഒന്നും മതി. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊന്നല്ല. ഇതാണ് കേട്ടോ നമ്മളെ പാലം. നിങ്ങൾക്ക് ഇടയ്ക്ക് ഇതിന് കാഴ്ചകള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരും ചെയ്യാ. അതാ പോണ് ജെറ്റോർ. ഇപ്പൊ ലാൻഡ് ക്രൂസറിനൊക്കെ വെട്ടിക്കാനുള്ള സാധനമാണ് അത്. എന്താ അപ്പുറത്ത് കണ്ടോ ഡിഫൻഡർ പോണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഖത്തറിൽ കയറിയ വർഷം ഏതാ? ഞാൻ ഖത്തറിൽ 15 മുതൽ 20 വരെ നിങ്ങൾ വീട്ടിലായിരുന്നു. സെയിം അതെ. ഒരു 2 വീട് അപ്പുറത്തായിരുന്നു മൂപ്പര്, 2 വീട് ഇപ്പുറത്ത് ഞാന്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ തോന്നിട്ടാ പുറത്തേക്ക് ഇറങ്ങണ്ടായിരുന്നു.
അന്ന് നമ്മളെ കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു ആ സമയത്ത്. കർത്തിയത്തില് നമ്മളെ മിറാജ് ഹോട്ടലിന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഏജ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ പ്രവാസത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏജ് കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാരും നല്ല സൗഹൃദമായിരിക്കും. അന്ന് നമുക്ക് ജസീൽ ഉണ്ടായിരുന്നു, ജാസിൽ ഉണ്ടായിരുന്നു, സാജിപാപ്പ ഉണ്ട്, ഉണ്ട്, നാസർക്ക. അതിൽ രണ്ടാൾ പുറത്ത് കയറി. അലിക്ക അലിക്ക പിന്നെ തബാക്ക് അലിക്ക പോയി. അലിക്ക ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരാണ് പുറത്തേക്ക് മാറിയത്. ഒന്ന് സാജിപാപ്പനും രണ്ടാമത്തേത് ജസീലും. ജസീല് ഇതേപോലെ തന്നെ പുറത്ത് മാറിയിട്ടുള്ള അവസ്ഥ പറയും. മോശമാണ്, അവസ്ഥ മോശമാണ്. ഇനിയിപ്പോ ആള് നാട്ടിൽ പോയിക്കാണ്. ഇപ്പൊ നാട്ടിൽ പോയി. മാഷാ അല്ലാഹ് വീട് കാര്യങ്ങളുടെ പണി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്. അല്ല ഇതിപ്പോ പിന്നെ ഫ്രീ വിസക്ക് വന്നിട്ടാ, അത് 2 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ അതാണ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പുറത്ത് വീട്ടില് പണിയെടുത്ത ഒരാള് പുറത്ത് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റൂം കാര്യങ്ങള് അതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഹൗസുകാരന്മാരുണ്ട് കേട്ടോ. ബുദ്ധിമുട്ടും പറയാം, ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതേപോലെ തന്നെ നല്ല സുഖത്തില് കഴിയുന്നവരുണ്ട്. എന്താ പറയാ, ഇപ്പൊ ഹൗസുകാരന്മാരാണ്, നല്ല ശമ്പളം ഉണ്ട്, എന്താ പറയാ. പിന്നെ കൊല്ലത്തില് ലീവ് ഉള്ളവരുണ്ട്. പിന്നെ ആഴ്ചയിൽ ഇതേപോലെ നമ്മളിവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ലീവ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ അത് എല്ലാ മേഖലകളിലും ഉണ്ടല്ലോ. ഏത് ജോലി ചെയ്യുന്ന മേഖലകളിലും സുഖമുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ എല്ലാ മേഖലകളിലും, എവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലേ സാറേ? അതെ അതെ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഞങ്ങള് 2020 നേരെ മാറി. 20 മാറിയിട്ട് പിന്നെ എന്തായിരുന്നു, നാട്ടില് പോയി. നാട്ടിലല്ല, ചേഞ്ച് അല്ലേ കിട്ടിയത്? ഇല്ല, ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് പെട്ടെന്ന് ചേഞ്ച് ആക്കിയിട്ട് കയറിയത്. ചേഞ്ച് ആക്കിയിട്ട് പറഞ്ഞാൽ ഇവിടെ ഇന്റീരിയറിന്റെ വർക്ക് എടുത്ത് അതില് എന്താ പറയാ പറ്റിക്കപ്പെട്ട് കുറച്ച് പൈസ പോയി. പിന്നെ അതിനുശേഷം എന്താ പറയാ പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ പണിയെടുത്ത് പിന്നെ പണിക്കാണ് പോയത്. ഇന്റീരിയറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മള് ആ പാർട്ട്ണർഷിപ്പിന്റെ ഇതിലല്ലായിരുന്നു. പാർട്ട്ണർഷിപ്പ് ഒന്നും അല്ലത്, അത് വേറൊരാള് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് അയാൾക്ക് ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ അയാൾക്ക് നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് അയാളെ കൂടെ നിന്ന് കൊടുത്തു. ആള് കമ്പനി ഓൾറെഡി ഉള്ള ആളാണ്. പക്ഷെ അപ്പൊ പിന്നെ നമ്മളെ ചീറ്റ് ചെയ്ത് അതിനുശേഷം ആ മേഖല വിട്ട് പിന്നെ ഇതേപോലെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കുറച്ച് പേര്, അവരുടെ കൂടെ ഇതേപോലെ തന്നെ പെയിന്റിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചാൾ ജോലി ചെയ്ത്. അവിടെയും രക്ഷയില്ല, ജോലി ഇല്ലാത്തവരൊക്കെ അവസ്ഥയൊക്കെ വന്നപ്പോ വീണ്ടും ഒരു വീട്ടിൽ കയറി 5-6 മാസം ജോലി ചെയ്ത്. പിന്നെ അതിനുശേഷം സെയിൽസിൽ കയറി. അവിടെ ഇതേപോലെ തന്നെ ശമ്പളം കിട്ടാതായി. പറയുന്ന ശമ്പളം കാര്യങ്ങളൊന്നുമില്ല, ശമ്പളം കിട്ടാതായി, കമ്മീഷൻ കിട്ടാതായി. അങ്ങനെ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നാട്ടിൽ പോയി. വീണ്ടും ഇപ്പൊ തിരിച്ചു വന്നിപ്പോ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു ഒരു വീട്ടില് കയറാന്നുള്ളത്. അപ്പൊ തിരിച്ചു വന്നപ്പോ അവിടെ കയറി. ഒരു 4 മാസത്തോളം ജോലി അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് അറിയില്ല, മുമ്പോട്ട് അടുത്തത് തിരയണം. ഫ്രീ വിസക്ക് വരുന്നവരുടെ അവസ്ഥ എന്ന് പറയുമ്പോ നമ്മൾ ഒരു വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീട് തിരയണം. കമ്പനികളിലൊന്നും കേറിയിട്ട് കാര്യമില്ല, കാരണം കമ്പനികളിലൊക്കെ ശമ്പളം കിട്ടൂല. ചിലവര് ചെയ്യണ ആ സംഭവം ഒന്ന് പറഞ്ഞു കൊടുക്കുക. അറിയാമെന്ന് വെച്ചാൽ വലിയ സംഭവം എന്ന് വെച്ചാൽ നമ്മള് കമ്പനി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആദ്യമൊക്കെ ഡീലിംഗ് ഓരോ അടിപൊളിയായിട്ട് ചെയ്യും, ശമ്പളമൊക്കെ കറക്റ്റ് ആയിട്ട് തരും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം വരുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാലറി എന്ത് ചെയ്യും, നമുക്ക് തരില്ല, പെൻഡിങ് ആക്കും. ചിലപ്പോൾ 2 മാസം സാലറി പെൻഡിങ് ഇടും, 3-ാമത്തെ മുതൽ നമുക്ക് സാലറി നമുക്ക് തരും. പക്ഷെ എന്താണ് അവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറി പെൻഡിങ് ഉള്ളതിന്റെ പേരിൽ നമ്മളവിടെ വീണ്ടും നിൽക്കും, പണിയെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്ന പരിപാടി. ലാസ്റ്റ് ഇപ്പൊ നമുക്ക് പോകാൻ നേരത്തെ സാലറി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പെൻഡിങ് ഉള്ള സാലറി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരായിട്ട് തല്ലുപിടിക്കുന്ന അവസ്ഥയിലേക്കാണ് മാറുന്നത്. പിന്നെ നമുക്കും നിക്കകളില്ലാത്ത ലോണ് കാര്യങ്ങൾ ഇതൊന്നും അടച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മൾ ആ ശമ്പളമൊക്കെ കളഞ്ഞിട്ട് കിട്ടുന്നതിന് വേണ്ടി കയറുന്നമ്മ കിട്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ, കിട്ടുമ്പോ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. അത് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റുന്നത് ശമ്പളം കിട്ടുന്നുള്ള ഉറപ്പുള്ളതും ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാല് അതും ചാൻസ് കുറവാണ്. വീട്ടിൽ കയറി കഴിഞ്ഞാല് നമുക്കൊരു സമാധാനമാണ്. കറക്റ്റ് ആ മാസം എത്തുമ്പോൾ ആ പറയുന്ന സാലറി കിട്ടും. നിങ്ങളെ അറിവില് ഇപ്പൊ ഒരു സൗദി റിട്ടേൺ, ഇല്ലെങ്കിൽ ബഹ്റൈന്, കുവൈത്ത്, ഖത്തർ, ഒമാന് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്ന ഡ്രൈവർമാർക്ക് എത്ര ശമ്പളത്തിന് കയറുന്ന ആൾക്കാരുണ്ട്? ഇവിടെ പൊന്നുമോനെ എന്റെ അറിവില് 1400 രൂപയ്ക്ക് ശമ്പളത്തിന് വരെ ഇവിടെ ആളുകൾ വരുന്നുണ്ട്. പല ഗ്രൂപ്പുകളിൽ നമ്മൾ കേട്ട് വരുന്ന സംഭവം എന്താ,
ഒരാള് ഒരു ഡ്രൈവർ 2000 അല്ലാതെ വരരുത്, 1800 അല്ലാതെ വരരുത്. ഇത് പറയരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് നാട്ടിലെ ഇവിടെ നമ്മള് പല ഗ്രൂപ്പിൽ നിന്നും കേട്ടറിവ് അങ്ങനെയാണ്. മലയാളികളാണ് ഇങ്ങനെ കേട്ട് വരുത്തുന്നത്. അങ്ങനത്തെ പല ഇതും വരുന്നുണ്ട്. ആദ്യം ബംഗാളികളെ മേത്തിക്കായിരുന്നു. അവര് വന്ന് 5 കൊല്ലം നിന്നിട്ട് പോവാ, 10 കൊല്ലം നിന്നിട്ട് പോവാ, അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. പിന്നെ മലയാളികളെ മേത്തിക്കായി. പിന്നെ ഇതിനെ വാശി പിടിച്ചിട്ട് അപ്പൊ ഈ മലയാളീസ് തന്നെ എന്താക്കണ്, ഈ 1400 1500 റുപ്യക്ക് വീണ്ടും. അതെ, നമ്മളെ അറിവിലുണ്ടല്ലോ. നമ്മളിപ്പോ പോണ സ്ഥലത്തൊരാള് വന്നിട്ടുണ്ട്. ഇപ്പൊ 1400 മലയാളി വന്നിട്ടുണ്ട്. അത് വന്നത് അവരെ നമ്മൾ ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാ നാട്ടിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഒരുവിധം മലയാളീസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നാട്ടിലത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പൊ ആ നാട്ടിലത്തെ അവസ്ഥയിൽ നിക്കപ്പുറത്തി ഇല്ലാതെ ലോണ് കാര്യങ്ങൾ, കുടുംബം നോക്കണ്ടേ, കുട്ടികളെ നോക്കണ്ടേ, ഫാമിലിയെ നോക്കണ്ടേ, ഈ സംഭവം കൊണ്ട് കിട്ടുന്ന സാലറിക്ക് ഇങ്ങോട്ട് കയറി വരിക എന്നുള്ളതാണ് അവരൊരു മനസ്സിൽ. ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷം 1 കൊല്ലോ 2 കൊല്ലോ പണിയെടുത്തതിന് ശേഷം എങ്ങനെയെങ്കിലും സാലറി കൂട്ടി മേടിക്കുക എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ 1500 1500 കിട്ടൂല. ഇനിയിപ്പോ നമ്മൾ കേറിയില്ലാന്നുണ്ടെങ്കിലും ആ 1400 അല്ലെങ്കിൽ 1200 റുപ്യക്ക് കയറാൻ വേറെയും ആൾക്കാരുണ്ട്, UP-കാരുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് ഇതൊക്കെ പറയാ കേറരുത്. പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീട് പോയി നോക്കി ഞാൻ ഫ്രീ വിസയിലാണ്, അല്ല ഫ്രീ വിസ അല്ല, ഞാൻ പുറത്ത് ഇക്കൊരു വിസ, ഞാൻ ഇപ്പൊ നാട്ടിലാണ്. നാട്ടിലേക്ക് ഒരു ഓഫർ ഇങ്ങനെ വന്നിട്ടുണ്ട്, 1200 അല്ലെങ്കിൽ 1400 1600 1800 ഇങ്ങനത്തെ ഒരു ഓഫർ വന്ന് കിടക്കാണ്. അപ്പൊ ഞാൻ ബലം പിടിച്ചിട്ട് പറയാണ്, ബലം പിടിക്കല്ല, ഫസ്റ്റ് ഒന്ന് നമ്മള് ഇത് പറ്റും, ഈ സാലറി പറ്റൂല, 1600 വേണം എന്നുള്ളത് ഞാൻ പറയാണ്. അവരൊക്കെ 1 മാസം നിന്നിട്ടില്ലെങ്കിൽ 2 മാസം നിന്നിട്ട് 3 മാസം നിന്നിട്ട് കൂട്ടി തരിക എന്ന് പറയുമ്പോ കേറി വരിക അല്ലാതെ നിവൃത്തിയില്ല. പക്ഷെ നമ്മള് 1600 ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ നോക്കാൻ പറയുമ്പോ നമുക്ക് ഇനി കിട്ടുന്ന ചാൻസ് ചിലപ്പോ 1 2 ചിലപ്പോ പെട്ടെന്ന് കിട്ടും, ചിലപ്പോ 1 മാസം 4 മാസം 5 മാസമൊക്കെ കഴിഞ്ഞിട്ടാ കിട്ടുക. അത്രയും കാലം നമ്മൾ ഏജ് പോയിക്കൊണ്ടിരിക്കുക. 6 മാസമൊക്കെ നിൽക്കാൻ നമ്മൾ 1 വയസ്സിന്റെ പകുതിയായി. അതാണ്. അപ്പൊ നമ്മളിപ്പോ ആ വീട്ടിൽ കേറിയില്ല എന്നുണ്ടെങ്കിലും ആ ചാൻസിന് വേറെ ആളവിടെ കിട്ടാണ്ട് ഇഷ്ടം പോലെ. ഇപ്പോൾ കിട്ടി. നമ്മളിപ്പോ പോണ സ്ഥലത്തേക്കും ഇതേപോലൊക്കെ അവസ്ഥയാണ്. സൗദി ആയിക്കോട്ടെ, UP-കാരെ എത്ര എങ്ങാനും വരാനുണ്ട്. എവിടെ ഇപ്പൊ പറയൂലേ, ചിലര് പറയും 2000-2000 2500 ജോലി ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെയുള്ളടത്ത് പോയാൽ മതി എന്നൊക്കെ പറയും. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ഫ്രീ വിസക്കാരുണ്ടല്ലോ. ഫ്രീ വിസക്കാർക്ക് അവർക്ക് എന്താ ഐഡിയ അടിക്കണം. കൊല്ലത്തിലെ കണക്ക് 3000 3500 3600 ഇങ്ങനത്തെ ഒരു കൊല്ലത്തിൽ അവർക്ക് പൈസ വേണം. ഐഡിയ അടിക്കാൻ എത്ര? 3000 ഇങ്ങനത്തെ ഒരു ചെലവുണ്ട്. അങ്ങനത്തെ ആൾക്കാർ A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ? അതാണ്. ഈ 2 മാസം 3 മാസം ഒരു വീട്ടില് ഒരു ഡ്രൈവർ, ആ വീട്ടിലത്തെ ഡ്രൈവർ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് കാണുക എന്താ, അപ്പൊ ബല വിളിക്കും, ഈ ഫ്രീ വിസയിലുള്ള ആൾക്കാരെ വിളിക്കും, 2 മാസത്തിന് അവർക്ക് ജോലി കിട്ടും. ഇതിപ്പോ ഫ്രീ വിസക്ക് 1-2 ഡ്രൈവർമാരല്ല, ഇഷ്ടക്കണക്കിന് ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അപ്പോ ഒരുപാട് എല്ലാരും നമ്മളെ ഡ്രൈവേഴ്സ് ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരാ. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കയറാൻ ആൾക്കാർ ഇഷ്ടം പോലെയാണ്. ഈ കയറുന്ന ആൾക്കാർ 2500 എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാലും വാക്ക് തർക്കങ്ങളാണ്. എന്താ 2000 കിട്ടുള്ളൂ, 2300 നിൽക്കല്ലാതെ വഴിയില്ല. അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ അല്ലേ. ഞാനിപ്പോ തർക്കിച്ച് ഞാൻ പറഞ്ഞ ശമ്പളം ഇല്ല, ഇപ്പൊ 200 കുറവാ, 200 റുപ്യ കമ്മി. പക്ഷെ 200 റുപ്യ കമ്മി എന്ന് പറഞ്ഞിട്ട് ആ മാസം അവിടെ കേറിയിട്ടില്ല എങ്കിൽ വേറൊരു പണിയില്ല, ഓഫർ കാത്തു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം നിൽക്കുക. ആ 2 മാസത്തിന്റെ റൂമിന്റെ ചെലവ്, ഫുഡിന്റെ ചെലവ്, വേറെ ഏതെങ്കിലും തുണക്കാരുടെ റൂമില് അതൊന്ന് പറയാം. എത്ര ദിവസം നിൽക്കും? എത്ര ദിവസം നമ്മൾ ഒരാളെ റൂമിൽ, വേറെ ഒരു തുണക്കാരന്റെ റൂമിൽ എത്ര ദിവസം നിൽക്കാൻ പറ്റും? കൂടിയാൽ ഒരാഴ്ച, ഏറ്റവും കൂടിയാൽ ഒരാഴ്ച ഒന്നും വേണ്ട. 2-3 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്കും തോന്നും സ്വാഭാവികമായിട്ടും. പിന്നെ എന്താ പറയാ, എല്ലാവരും അല്ല പറഞ്ഞത്, ചിലവർക്ക് തോന്നും, ചിലവരൊന്നും പറയില്ല. പക്ഷെ നമ്മള് മനസ്സിലാക്കിയിട്ട് അവർക്ക് കൂടി ഡിസ്റ്റർബൻസ് ആണെന്നുള്ളത് മനസ്സിലായോ? അപ്പോ അത് സ്വയം മനസ്സിലാക്കി മാറുക. അപ്പൊ നമ്മളെ കാര്യം നോക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോ കിട്ടുന്ന ജോലി ഏതിലാണോ അവിടെ കയറാൻ നോക്കുക. ജോലി ഇല്ലാതെ നടക്കുമ്പോ നമുക്ക് 1 മാസം ചുരുങ്ങിയത് നാട്ടിലത്തെ 25,000 റുപ്യ ചെലവുണ്ട് ഇവിടെ വെറുതെ ഇരിക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ജോലിക്ക് കിട്ടുന്ന ശമ്പളത്തിന് ഫുഡിന് ചെലവ്, അതേപോലെ തന്നെ റൂം ആയിക്കോട്ടെ, പിന്നെ ഇവിടെ ജോലി ഇല്ല, ഇവിടെ ഒരാള് നിക്കണമെന്നുണ്ടെങ്കിൽ ബെഡ് സൈസ് 500 റിയാൽ വേണം, ഫുഡ് കഴിക്കണേ വേണ്ട 500 റിയാൽ വേണം, ടെലിഫോണ്
ബാക്കിയുള്ള അല്ലറ ചില്ലറ ചെലവുകൾ ഇതൊക്കെ കൂടി ഒരു 1000 റുപ്യ 1000 റുപ്യ 1000 ചില്ലാനം റുപ്യ വേണം. അതായത് നാട്ടിലത്തെ ഏകദേശം നാട്ടിലത്തെ ഒരു 25,000 റുപ്യ കൂട്ടിക്കോ. ആ വെറുതെ ഇരിക്കുന്ന ഈ വേണം ഇവിടെ. അപ്പൊ അതൊക്കെയാണ് അവസ്ഥ. അപ്പൊ പണിയുള്ള ആൾക്കാരും ഉണ്ട്, പണി ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് നല്ല പണികള് കാര്യങ്ങളൊക്കെ കിട്ടട്ടെ, അവർ ഉദ്ദേശിക്കുന്ന സാലറിയിലൊക്കെ അല്ലേ സായിബാബ? അതെ പരമാവധി എല്ലാവരും വീഡിയോയില് ചെറിയ നമ്മളിപ്പോ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതില് വേറൊന്നിട്ടാ, ഇതില് പല ആളുകൾക്കും പല അനുഭവങ്ങളായിരിക്കുള്ളേ. നമ്മള് പറയുന്ന പോലെ ആയിരിക്കില്ല അനുഭവങ്ങള്, വേറെ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ചിലവർക്ക് നല്ലത് മാത്രം ഉണ്ടാവുള്ളൂ, ചിലവർക്ക് രണ്ടും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റി ആയിട്ടാ, ഇത് ഫെസ്റ്റിവൽ സിറ്റിയാണ്. ഫെസ്റ്റിവൽ സിറ്റി അതേപോലെ ഐക്യ. അപ്പൊ നമ്മുടെ കർത്തിയാത്തിലേക്ക് നമ്മള് എത്താനായിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ പഴയ സ്ഥലത്തേക്ക്. ഇതൊക്കെയാണ് നമ്മളെ ഒരു എന്താ പറയാ പഠിച്ചോനെ ലാൻഡ്മാർക്ക് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഫെസ്റ്റിവൽ സിറ്റി. ഇതാ ലാൻഡ് ക്രൂസർ പോണ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങള്, പിന്നെ നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ള ഈ കമന്റിലൂടെ അറിയിക്കല്ലേ. പിന്നെ തീർച്ചയായും നമ്മള് പറഞ്ഞതിൽ ഇപ്പൊ ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ പറയേണ്ടത് പറയണത് തന്നെ ഉള്ളൂ, സത്യാവസ്ഥ നമ്മൾ അറിഞ്ഞിട്ടുള്ള സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ. ഈ 1400 റുപ്യക്കും 1400 വന്നിക്കണ്, 1400 റുപ്യക്ക് സൗദി റിട്ട മലയാളി വന്നിക്കണ് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് സാലറി കൂട്ടിക്കൊടുക്കാതിരിക്കുക അത് ബാക്കിയുള്ള കാര്യം. വരാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെന്ന് പറഞ്ഞ അടുത്തത് പുതിയ ഡ്രൈവർമാരെ വെച്ചിട്ട് സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാള് ഗൾഫിലേക്ക് ഹൗസ് ഡ്രൈവറിന് വരുന്നുണ്ട് എങ്കിൽ ഹൗസ് ഡ്രൈവറിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഗസ് ചെയ്യാനോ നമുക്ക് ഇന്നതാണ് പണിന്നോ ഒന്നും പറയാൻ പറ്റൂല. ഹൗസ് ഡ്രൈവറിന്റെ പണി മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ കാർപ്പറ്റ് കഴുകണം, ചില വീട്ടുകളിൽ കാർപ്പറ്റ് പനന്റെ മേലെ, അതൊക്കെ പിന്നെ നമ്മൾ നിന്നിട്ട് അതിന്റെ ചെറുതായ പൈസ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കല്. നമ്മളിത് പണിയെടുക്കാനല്ല ഇങ്ങോട്ട് വരുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ പണിയെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റൂലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി പോവാ. പക്ഷെ വരുന്ന ആൾക്കാർക്ക് ഞാനൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ചിട്ട് എല്ലാവരും റിട്ടേൺ ഡ്രൈവറാണ് എടുക്കുന്നത്, പുതിയ ഡ്രൈവറിന് എടുക്കുന്നത് കമ്മിയാണ് അല്ലെ. പുതിയ ഒരു ഹൗസ് ഡ്രൈവർ ആയിട്ട് ഞാൻ കയറാനുള്ള ആൾക്കാരുടെ അടുത്താണ് പറയുന്നത്, പുതിയ ഡ്രൈവർ എടുക്കുന്നത് കമ്മിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയൊരു ഡ്രൈവർ വേക്കൻസി ചാൻസ് കിട്ടുകയാണ് എങ്കിൽ കണ്ണടച്ചിട്ട് നിങ്ങൾ കയറുക. നിങ്ങൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നോക്കരുതേ. ആ 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം എക്സ്പീരിയൻസ് നിങ്ങൾ എടുക്കുക, ഭാഷ പഠിക്കുക, ലൈസൻസ് എടുക്കുക. പിന്നെ അറബി പോകുമ്പോൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ തിരിച്ച് ഖത്തർക്കാ വരുന്നുണ്ടെങ്കിൽ ID നമ്പർ കൊടുത്താൽ മതി, ലൈസൻസ് കിട്ടും. ID അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് മുറൂറ് പോയി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ കയറിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു കഷ്ടപ്പാട് ഇല്ലാതിരിക്കട്ടെ എല്ലാവർക്കും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈൻഡിൽ കട കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളെ മൈൻഡിൽ വെക്കുക, ഞാൻ ഭാഷ പഠിക്കണം, റൂട്ടുകൾ മനസ്സിലാക്കണം, പിന്നെന്താ എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ്, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളത്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈല് എന്താണെന്നുള്ളത് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇതാണ് ഇപ്പൊ ഇവിടെ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കേട്ടോ, കീറ്റ. നമ്മളെ റൗണ്ട് ബോട്ട് ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ 3.5 കൊല്ലായി. ഞാന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഖത്തറിലല്ല ഈ ഒരു ഏരിയ. ഖത്തറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഏരിയയിൽ തന്നെ ഇതൊക്കെ കണ്ടോ, പൊതിച്ചു മൂടിയിട്ടിരിക്കുന്നത് പഴയ കാറുകളാ. ചവർലറ്റിന്റെയും എന്താ മറ്റേ കമ്പനി അതാ ചവർലറ്റും, പിന്നെ പഴയ കാറുകളാണ് അതൊക്കെ. ആദ്യമൊന്നും പോണതിന്റെ മുന്നേ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന്. അതെ ഇവിടെ റോഡൊക്കെ കംപ്ലീറ്റ് പൊളിച്ചിട്ട് നീ പോകുമ്പോഴൊക്കെ 2022 വേൾഡ് കപ്പിന്റെ മുന്നെയാണ് ഞാൻ പോണത്. അതില് ഒരു അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാൽ, ആ സമയത്ത് പോകണ്ടിരുന്നില്ല എന്നുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, വേൾഡ് കപ്പ് കാണാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടോ ആ സമയത്ത് ഇക്ക് പണി പോയാലും ഒരു കുഴപ്പമില്ല, സാലറി ഇല്ലാത്തതിൽ കുഴപ്പമില്ല. ഇക്ക് ആകെ ഒരു നഷ്ടബോധം തോന്നിയിട്ടുള്ളത് ആ വേൾഡ് കപ്പ് ഒന്ന് കാണായിരുന്നു എന്നുള്ളതാ. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ അത് ഫ്രാൻസ് അല്ല, സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള കളി ഇവിടെ വെച്ചിട്ടാണെന്നാ തോന്നുന്നത്, മാർച്ചില്.
അതെങ്കിലും അതൊന്ന് കാണാൻ പറ്റുമോ നോക്കണം. അപ്പൊ ഇതാണ് നമ്മളെ വീട്. ഓക്കെ, നമ്മളെ നാടും നമ്മളെ വീടൊക്കെ പഴയ തറവാടാണ് കാണുന്നത്. ഇതാണ് നമ്മളെ പള്ളി. തറവാടിന്റെ അപ്പുറത്തും ഉണ്ട് പഴയ തറവാട് കേട്ടാ. അപ്പൊ എന്നാ ഞങ്ങള് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങട്ടെ. ഇനി നമ്മളെ സുഹൃത്തുക്കളൊന്നും പോയി കാണട്ടെ. എല്ലാവരുടെ അടുത്തും സലാം പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്താൻ പള്ളിയിലുണ്ടാവും. കുറെ ആളുകൾ വരാനുണ്ടാവും. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാരും ഒന്ന് കാണണം, സലാം പറയണം, ഹഗ് ചെയ്യണം. അപ്പൊ ഓക്കെ, ബാക്കി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഇല്ല എങ്കിൽ എല്ലാവരും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഡ്രൈവർമാരെ പറ്റിയിട്ട്, ഹൗസ് ഡ്രൈവറെ പറ്റിയിട്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.